ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തേത് വൈകുന്നേരത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ്. ഏകദേശം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ ബീഫ് വാങ്ങിയതിരിപ്പുണ്ടായിരുന്നു, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മുറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കുമ്പളങ്ങ ഉണ്ടായിരുന്നു, കുമ്പളങ്ങയും ബീഫും കൂടെ ഒന്ന് വൈകുന്നേരത്തിന് കറി വെക്കാമെന്ന് വിചാരിച്ചു. ബീഫും കുമ്പളങ്ങയും കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫ്രിഡ്ജിൽ വെച്ച ബീഫായതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ തണുപ്പൊന്ന് പോകണം, അതിന് വേണ്ടിയിട്ട് ബീഫ് മുറിച്ചതിന് ശേഷം അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ബീഫ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നീട് അതിക്ക് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളിയും ചെറുള്ളിയും ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞ് വെക്കുകയാണ്. ലിച്ചൂസ് ഉണ്ട് കേട്ടോ അവിടെ. ലിച്ചൂസ് അടുക്കളയിൽ നല്ല പരിപാടിയിലാണ്. അവൾ ചായക്ക് കടിയില്ല എന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ കടി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇത് അവളുണ്ടാക്കിയ കടിയാണ്, ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണ്. എന്തൊക്കെയോ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സംഭവം. ഞാൻ നമ്മുടെ ബീഫൊക്കെ കഴുകി അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ബീഫ് പകുതി വേവായപ്പോൾ ഞാൻ അതിലേക്ക് കുമ്പളങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതവിടെ കിടന്ന് ഇനി ഇങ്ങനെ പതുക്കെ വെന്തോളും. ഇന്ന് ബറാത്ത് രാവാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. ഞാനിന്ന് വിചാരിച്ചു ചക്കരച്ചോറ് ഉണ്ടാക്കിയാലോ. അപ്പം അതിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയാണ് കേട്ടോ ശരിയാക്കുന്നത്. തേങ്ങ ചിരവാനുള്ള മടി കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനി അതൊന്ന് മിക്സിയിലിട്ട് കറക്കിയാൽ പെട്ടെന്നാവും. ചക്കരച്ചോറിന് വേണ്ടിയിട്ടുള്ള പച്ചരിയൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വെന്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ അരിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് തേങ്ങയും ഏലക്കായൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള പപ്പടമാണ് കേട്ടോ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. പപ്പടം പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. പപ്പടം കൂട്ടിയിട്ടാണ് നമ്മുടെ ചക്കരച്ചോറ് കഴിക്കുന്നത് കേട്ടോ. എല്ലാവരും ഇന്നത്തെ ബറാത്തിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് എന്താ ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുമോ. ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചക്കരച്ചോറ് മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഓത്തൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കഴിക്കുക. ഇതിനിടയിൽ ചെറിയ പണി കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പോപ്കോൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ചെറിയ എന്നെ കുക്കറിലിട്ട് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും അത് അധികം കുഴപ്പമില്ലാത്ത രീതിയിൽ റെഡി ആക്കിയിട്ടിട്ടുണ്ട്. പിന്നീട് മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം മുസാഫൊക്കെ ഓതി എല്ലാവരും ശർക്കരച്ചോറ് പപ്പടമൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാ ഇനി നാളെ നോമ്പും കൂടെ നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും കൂടെ അറിയിക്കുക. താങ്ക്